ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. റെസിപ്പീസും വിശേഷങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ട ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടുതീരുന്നതിന് മുമ്പ് വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കൂടെ കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാങ്ക് 5:30 ഒക്കെ ആവുന്നുണ്ട്, ബാങ്ക് കൊടുക്കാൻ, സുബൈ ബാങ്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട് അതുവരെയുള്ള ടൈം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമസ്കാരവും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പുതിയ റൂട്ടാണ് കേട്ടോ, നിങ്ങൾ കാണാത്ത റൂട്ടിലൂടെയാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഞാനും പോയിട്ടില്ല കേട്ടോ ഇതുവരെ. പ്രൊഫിക്ക ഏതൊക്കെയോ റൂട്ടിലൂടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇപ്പുറത്ത് പയറ് കൃഷിയും കാര്യങ്ങളൊക്കെ ആണ്, നല്ല മഞ്ഞൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പൊതുവേ നല്ല തണുപ്പാണ് കേട്ടോ, ഇപ്പം ഉച്ചവരെയൊക്കെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, നല്ല മഞ്ഞും നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു 6:30 ആയപ്പോഴത്തേക്ക് ഇതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ പോക്കൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഇൻട്രസ്റ്റിലാണ് പോകുന്നതെന്ന്. അല്ല കേട്ടോ, രാവിലെ നല്ല മടിയാണ് എണീക്കാനും. ഇപ്പോൾ പ്രത്യേകിച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പോയിട്ടില്ലെങ്കിൽ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ, വൈകി എണീറ്റ് കഴിയുമ്പോൾ പിന്നെ ഒരു കുറ്റബോധമാണ് കേട്ടോ. അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. പോയി കഴിഞ്ഞാലില്ലേ അങ്ങോട്ട് ഓണായി പിന്നെ നല്ല ഉഷാറാവും. പിന്നെ ഉച്ചവരെ ആ ഒരു എനർജിയിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ആ ഒരു മടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാലോചിക്കുമ്പോൾ പോകാൻ തോന്നുകയും ചെയ്യും, മടി ബാക്കോട്ട് വലിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അധിക ദിവസവും പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എന്നാൽ പോവാത്ത ദിവസങ്ങളും മടി പിടിക്കുന്ന ദിവസങ്ങളും ഉണ്ടാവാറൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നടന്നു പോയി വന്നാൽ അത്യാവശ്യം നല്ല വിശപ്പായിരിക്കും. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടേ കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ, കുറച്ചധികം വെള്ളം കുടിക്കും. വെള്ളം നമ്മൾ പോകുമ്പോഴും കുടിക്കും കേട്ടോ. എണീറ്റ ഉടനെ ഞാൻ വെള്ളം കുടിക്കലുണ്ട്. ഇനിയിപ്പോൾ ഇതാ വന്ന് വെള്ളവും അതുപോലെ തന്നെ ഒരു എഗ്ഗ് പുഴുങ്ങിയതും പിന്നെ എന്തെങ്കിലും നട്ട്സ്, ഒരു ഈത്തപ്പഴവും ഒരു 3-4 ബദാമും ഒക്കെ കഴിച്ചു. അപ്പോൾ ചെറിയൊരു വിശപ്പ്, വല്ലാത്തൊരു കാളലുണ്ടാവുമല്ലോ, അതവിടെ നിൽക്കും. പിന്നെ ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ കഴിക്കുകയില്ല. സാധാ ഫുഡിൻ്റെ കൂടെ ഒന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തില്ലല്ലോ. അപ്പോൾ രാവിലെ അതങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തിനും നല്ലതല്ലേ. അപ്പോൾ അതവിടെ സെറ്റ്. ഇനിയിപ്പോൾ ദാ ഞാൻ കുളിക്കുകയൊക്കെ വേണം. അപ്പോൾ കുളീൻ്റെ മുമ്പ് മുറ്റവും കൂടെ അടിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കുളിയും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞു. ഇനി ബെഡ്റൂമൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കട്ടെ. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് ഇതുപോലെ ഫ്രീ ടൈം കുറേ വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് കേട്ടോ. പ്രയർ, നമ്മൾ നേരത്തെ എണീക്കുന്ന പ്രയർ കാര്യങ്ങൾ, പിന്നെ നമ്മളെ മോർണിംഗ് വാക്ക്, അത് കഴിഞ്ഞ് കുളി, ഫ്രഷ് ആവൽ കാര്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ സമയം കിട്ടുന്നത് നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരം വൈകി എണീറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ലഞ്ച് ഉണ്ടാക്കലും ഒക്കെ നടക്കും. പക്ഷേ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ലൈഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയുള്ളൊരു ഞാനും ഉണ്ടായിരുന്നു കേട്ടോ മുന്നേ. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഇരുന്നാലും ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് പോയാൽ തന്നെ എല്ലാം നടക്കുള്ളൂ. ഇപ്പോഴും അങ്ങനെ മടി പിടിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. പക്ഷേ കൂടുതലും നല്ല ദിവസങ്ങളാണ് ഉണ്ടാവല്. അങ്ങനെ കുറേ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ നമ്മൾ മടി പിടിക്കുമല്ലോ, അത് കുഴപ്പമില്ല. പക്ഷേ എന്നും മടി പിടിക്കാണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പൂരിയും അതുപോലെ തന്നെ അതിലേക്ക് നമ്മളെ ബാജിയില്ലേ, പൂരിയും ബാജിയും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് കേട്ടോ.
ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ മാത്രമല്ല ഒരു ടേസ്റ്റിനേക്കാൾ എനിക്കൊരു ക്യാരറ്റും കൂടെ ഇടുന്നത് ഇഷ്ടമാണ് കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും അത് നകക്ക വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും അത് വെന്ത് നല്ല സെറ്റായി കിട്ടിക്കോളും. വെള്ളം അത്ര തന്നെ ഒഴിക്കണം കേട്ടോ. ആ വെള്ളം നമ്മൾ യൂസ് ചെയ്യും, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈസി പീസി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സമയങ്ങൾക്കൊന്ന് വറവിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, കുറച്ച് ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഉഴുന്ന് ആ ബോൾ ആട്ടുള്ളത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂണ്. പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുത്തു. അതൊക്കെ ഒന്ന് പൊട്ടി റെഡിയായിട്ട് വരട്ടെ. ഇനി കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും, അതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് പീസ്, ഒരു 4 ഇഞ്ച് നീളം പോലുമില്ല അത്ര പീസുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പച്ചമുളക് ഒരെണ്ണം, കുറച്ച് കറിവേപ്പില. പച്ചമുളക് ഞാൻ എരിവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക. എൻ്റെ പച്ചമുളക് നല്ല എരിവാട്ടാ, മരണ എരിവെന്നൊക്കെ പറയാം, അമ്മ എരിവ്. നമുക്ക് എരിവ് അധികം വേണ്ടതാണ്. പിന്നെ നമ്മളിത് ഉടച്ചും കൊടുക്കും, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുത്തോ. ഇനി ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ, അത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് റെഡി ആയിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ എണ്ണയിലേക്ക് വന്നിട്ട് ഒന്ന് മുരിപ്പിച്ചെടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഒരുപാട് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കരുത്, കാര്യം നമുക്ക് ഒരുപാട് മഞ്ഞൾ കളർ വേണ്ട, ഒരു ലൈറ്റ് യെല്ലോ കളറാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തു. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഉടഞ്ഞിട്ടില്ല, ഞാൻ ഉടച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഉടഞ്ഞത് കിട്ടും. ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ കോരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട്. വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിൽ കിടന്നിട്ട്, അതായത് ഈ മസാലയിൽ കിടന്നിട്ട് നമുക്കിതൊന്ന് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് എന്താ പറയുക, ഇതിൽ കിടന്നിട്ടൊന്ന് ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റെങ്കിലും നമ്മളൊന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ കുക്കാക്കി കൊടുക്കണം. അപ്പോഴാണ് ആ മസാലയും എല്ലാം ആ വറവിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരിക കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു, ബാക്കി കുറച്ച് വെള്ളം കൂടെ ഉണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ താനേ ഉടഞ്ഞു വരും, ഇല്ലെങ്കിൽ നമ്മളൊരു തവി വെച്ചിട്ട് ഉടച്ചും കൊടുക്കാം കേട്ടോ നമുക്ക്, അതവിടെ വേവട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പൂരിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പൂരിൻ്റെ മാവ് നമ്മൾ പരത്തുന്ന സമയത്ത് തിന്നായിട്ടിരിക്കണം കേട്ടോ, ഒരുപാട് കട്ടി വേണ്ട, ചപ്പാത്തിൻ്റെ ആ ഒരു പരുവൊക്കെ മതി കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നമ്മളെ ബാജി കറി റെഡിയായി വരുന്നുണ്ട്. ഇവിടെ പൂരി ഉണ്ടാക്കാനുള്ള എണ്ണയും ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ പൊട്ടറ്റോ ബാജി കറി റെഡിയാണ് കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് ഞാനിപ്പോൾ തവി കൊണ്ട് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത്, കംപ്ലീറ്റ് ആയിട്ട് ഉടച്ച് ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കരുത് കേട്ടോ. അവിടെ ഇങ്ങനെ കഷ്ണങ്ങൾ വേണം, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉള്ളത്. ഇനിയിപ്പോൾ അതെല്ലാം കുക്കായി റെഡിയായി വന്നല്ലോ. ഞാൻ ആ വെള്ളം മാറ്റി വെച്ച വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിക്ക് പേസ്റ്റ് ആവരുത്, ഒരു ഗ്രേവി പോലെയാണ് വേണ്ടത്. നിങ്ങളുടെ കയ്യിൽ വെള്ളം തീർന്നു പോയെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുക കേട്ടോ. എക്സ്ട്രാ ഈ ഒരു ഗ്രേവി പരുവത്തിൽ നിങ്ങൾ ആക്കിയെടുക്കണം. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയെടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ടാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ, നമ്മളെ ബാജി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ വേണം നിങ്ങൾ എടുക്കാൻ, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഭയങ്കര എളുപ്പമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ചൂടായിട്ട് വന്നു, നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റ് പൂരിയാണ് കേട്ടോ, ഒന്നുമില്ല. ഞാൻ മുന്നേ കാണിച്ചതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇപ്പോൾ നിങ്ങൾ 1 ഗ്ലാസ് മാവ്, ഗോതമ്പ് മാവാട്ടോ, ഞാനിതിലേക്ക് മൈദയൊന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് മൈദയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ എടുത്തോ. തിളച്ച വെള്ളത്തിലാണ് ഞാൻ ഗോതമ്പ് പൊടി കുഴച്ചെടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി കുഴച്ചെടുക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുക. അത്രയും ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്, കുറച്ച് ഒരു സോഫ്റ്റായിട്ട് വേണം നമ്മൾ മാവ് കുഴച്ചെടുക്കാനേ, ചപ്പാത്തി പരുവത്തിലല്ല, കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. അപ്പോഴാണ് ഉള്ളെല്ലാം നല്ല വെന്ത് പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പൂരി നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ തിക്നെസ് ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തിൻ്റെ തിക്നെസ് മതി കേട്ടോ. കാര്യം പൂരി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സെക്കൻഡുകൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ.
ഒരു 4-5 സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു ഭാഗം തിരിച്ചിടണം. അത്ര കുക്കായാൽ മതി. അപ്പം കാരണം തിളച്ച വെള്ളത്തിലാണ് നമ്മൾ കുഴക്കുന്നത്. അപ്പോൾ പിന്നെ ഈ തിക്നെസ്സും മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഓവർ ടൈം നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ ഹാർഡായി പോകും, ഇങ്ങനെ വിലിയുന്ന ആ ഒരു പരുവത്തിലേക്ക് പോകും കേട്ടോ. ഇതിപ്പോൾ ഉള്ളു നല്ല സോഫ്റ്റായി പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പൂരിയും ബാജിയും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സൂപ്പർ കോമ്പിനേഷൻ, കിടിലൻ കോമ്പിനേഷനുമാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, പൂരി ആയതുകൊണ്ട് തന്നെ എല്ലാ കുക്കിങ്ങും കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുന്നില്ല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. പിന്നെ ഞാനൊരു ഹെൽത്തി റൊട്ടീനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇന്നത്തെ. പക്ഷേ പൂരി എങ്ങനെ ഹെൽത്തി ആവുമെന്നല്ലേ, നമുക്ക് എല്ലാം കഴിക്കാം. കാരണം നമ്മൾ കൊതി അടക്കി വെക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ കഴിക്കും, ഡയറ്റാണെങ്കിലും ഒക്കെ. പക്ഷേ എല്ലാത്തിൻ്റെ അളവൊന്ന് കുറക്കാം. ഇപ്പോൾ ഞാൻ 3 പൂരി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് 4-5 ഒരുപാടിലേക്ക് പോകരുത് കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ മക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ് കേട്ടോ ഇത്. സ്മാർട്ട് കിഡ് ആൻഡ് മോം ഓൺലൈൻ പ്രോഗ്രാം 10 days പ്രോഗ്രാമാണ്, 10 ദിവസം പ്രോഗ്രാമാണ്. 40 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന 10 സെഷൻസാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഉമ്മമാർക്കും മക്കൾക്കും ഒരുമിച്ചുള്ള 1-2 സെഷൻസും അമ്മമാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള 8ഓളം സെഷൻസുമാണ് ഇതിൽ വരുന്നത്. ഈ കോഴ്സ് കഴിയുന്നതോടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല മക്കളെയും നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല അമ്മമാരെയും ലഭിക്കുന്നു. ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് പ്രമുഖ വനിതാ സൈക്കോളജിസ്റ്റും കൗൺസിലറുമായ രസന ഹബീബ് അവരാണ് കേട്ടോ. പിന്നെ ക്ലാസ്സിൽ എന്തെല്ലാം ഉള്ളതെന്നല്ലേ, മക്കളുടെ വാശിയും ദേഷ്യവും മാറ്റാം, മൊബൈൽ അഡിക്ഷൻ മാറ്റാം, പഠന പുരോഗതിയും മെമ്മറി ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ടെക്നിക്സ്, ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നതിനുള്ള ടിപ്സ്, മോസ്റ്റ് ഇഫക്റ്റീവ് പോസിറ്റീവ് പാരൻറ്റിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ, ടീനേജ് പാരൻറ്റിങ്, ആവശ്യമുള്ളവർക്ക് സൗജന്യ കൗൺസിലിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കുട്ടിയും നിങ്ങളും തമ്മിൽ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ നിങ്ങളുടെ മകൻ ഓർ മകൾ മിടുക്കനാവാനും ഇത് നിങ്ങളെ സഹായിക്കും. ഇത് ഇവർ നൽകുന്ന ഉറപ്പാണ് കേട്ടോ. ഇവരുടെ കോൺടാക്റ്റ് നമ്പർ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അതിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. 2000 രൂപയുടെ ഈ പ്രോഗ്രാം ന്യൂ ഇയർ പ്രമാണിച്ച് വെറും 600 രൂപ കാണട്ടെ ഇപ്പോൾ ചെയ്യുന്നത്. ഈ സ്മാർട്ട് കിഡ് ആൻഡ് മോം പ്രോഗ്രാം കൂടാതെ ഇപ്പോൾ എക്സാമിൻ്റെ ഒക്കെ ടൈമല്ലേ, കുട്ടികളൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ സ്ട്രെസ് ലെവൽ കുറച്ച് പഠനത്തിൽ ഫോക്കസ് ചെയ്യാനും പിന്നെ ഉന്നത വിജയത്തിലെത്താനും ഓൺലൈൻ ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുകൂടാതെ ഫാമിലി ലൈഫിലുണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താനും നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ അത് പറഞ്ഞപ്പോട്ടെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ കമൻ്റായിട്ടും ഇവരുടെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങൾക്കും എല്ലാം ലിങ്കെല്ലാം കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആവശ്യമുള്ളവർക്ക്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നം പോലും താങ്ങാൻ പറ്റാത്ത ആ ഒരു രീതിയിലേക്കാണ് കേട്ടോ നമ്മളുടെ മക്കളുടെ പോക്കൊക്കെ. കാരണം ഒരുപാട് സൂയിസൈഡ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങളുടെ നാട്ടിൽ എടുത്തു നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മളുടെ പ്രദേശത്ത് എടുത്തു നോക്കിയാൽ തന്നെ അടുപ്പിച്ച് 2-3 ഒക്കെ കേസാണ് കേട്ടോ സൂയിസൈഡും കാര്യങ്ങളൊക്കെ, കുട്ടികളാണെങ്കിലും വലിയവരായാലും ഒക്കെ. അപ്പം ഈ കൗൺസിലിങ്ങും ഒക്കെ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കൾക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പുറത്ത് പറയാൻ പറ്റാത്തതായിട്ടുള്ള പല പ്രശ്നങ്ങളും ഫാമിലിയിലും അല്ല കുട്ടികൾക്ക് മാത്രമായിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് കൂടെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിലൂടെ നമ്മളെ മക്കളെ നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം, ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കിച്ചണിലേക്ക് വരാം. അപ്പോൾ ഞാനിതാ മത്തി നന്നാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം വെച്ചിട്ട് ഞാനത് ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാട്ടോ. നല്ല ഈസി ആട്ടോ മത്തീൻ്റെ ആ ചെതുമ്പലൊക്കെ പോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മത്തി ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ ചക്ക ആട്ടോ ഇന്ന്. അപ്പോൾ ഇടിച്ചക്ക ഉപ്പേരി വെക്കാനൊരു കൊതി. അപ്പോൾ ഞാനിത് ഏട്ടത്തിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇടിച്ചക്ക. അപ്പോൾ അത് ഇട്ടപ്പോൾ തന്നെ ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ അവിടെ നിന്ന് ക്ലീൻ ആക്കി തന്നു കേട്ടോ. അതിൻ്റെ പുറത്തെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെയാണ് തന്നത്. ഞാൻ ജസ്റ്റ് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ, പക്ഷേ മെനക്കെടാൻ മടിയുമല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ കൊണ്ടുവന്ന് ജസ്റ്റ് കുക്കറിൽ ഇട്ടിട്ടേ ഉള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു, അതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി 2 വിസിലടിച്ചാൽ നമ്മുടെ
ചക്ക വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ ഇന്ന് നല്ലൊരു നാടൻ ലഞ്ചാണ് കേട്ടോ. കാര്യം നമുക്ക് മത്തിയുണ്ട്, ഇടിച്ചക്ക ഉണ്ട്, പിന്നെന്താ വേണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മത്തി നമുക്ക് കുരുമുളക് ഇട്ടിട്ട് പച്ചമത്തി പച്ചക്കുരുമുളക് ഇട്ടിട്ട് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ കുരുമുളക് തേടി ഇറങ്ങിയതാണ് കേട്ടോ. കുരുമുളക് നല്ല പച്ചക്കുരുമുളക് ഉണ്ട് നമ്മുടെ തോട്ടത്തിൽ. അപ്പോൾ കുറച്ചത് പറിച്ചെടുക്കട്ടെ. എന്നിട്ട് അതും ഉള്ളിയും ഒക്കെ ചേർത്തിട്ടൊരു മസാല ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ഒരു മത്തി പറ്റിച്ചുണ്ട്. എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മത്തി പറ്റിച്ച അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതിന്ന് നമുക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് കുരുമുളകെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഞാൻ ചോറ് അടുപ്പിലേക്ക് ഇട്ടു കേട്ടോ. കാര്യം ചോറ് കുക്കറിൽ നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചു, അത് ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ജസ്റ്റ് ഊറ്റിയെടുക്കാനേ ഉള്ളൂ. ഇനിയിപ്പോൾ അതാ നമ്മളെ മത്തി പറ്റിക്കാനുള്ള കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളക് നിങ്ങൾ എരിവിന് നോക്കിയിട്ട് എടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് കുരുമുളകെല്ലാം എടുക്കാം. പിന്നെ കുറച്ച് ചുവന്നുള്ളി വേണം. എരിവിന് കുരുമുളകാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ചുവന്നുള്ളി, ചെറിയ ഉള്ളിയില്ല, അത് കുറച്ച് വെളുത്തുള്ളി, ഇതാ ഇത്ര 2 കൈപ്പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണ്ട പുളി എടുത്തിട്ടുണ്ട് കേട്ടോ. വാളംപുളിയാണ് എടുത്ത്. അതും കൂടെ ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തു. എനിക്ക് ഇടികല്ലിൽ ഇടിച്ചുണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അമ്മിയിൽ ഇത് 4ഉം കൂടെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്ത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. പുളിയും കൂടെ ചേർത്തിട്ട് ആ ഉള്ളിയിൽ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചക്കയെല്ലാം വെന്ത് വന്ന് ഞാനിത് ആ വെള്ളം അങ്ങ് ഒഴിച്ച് മാറ്റിയിട്ട് ഇത് ചക്ക ഇതുപോലെ ഒന്ന് തവിയും കൊണ്ട് ഉടച്ചൊടിച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെ ആയിരിക്കും. എന്നാലും എന്നെപ്പോലെ തിന്നാൽ മാത്രം ചക്കൻ്റെ കാര്യങ്ങൾ തിന്നാൽ മാത്രം അറിയുന്നവരുണ്ടാവില്ലേ, മടിയുള്ളവരുണ്ടാവില്ലേ, അങ്ങനത്തെവർക്കാട്ടോ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാ ഇനി നമ്മളെ മത്തിക്കറി നോക്കാം. വെളിച്ചെണ്ണ വെച്ചു, കുറച്ച് ഉലുവ പൊട്ടിച്ചു, അതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരപ്പില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ആ വെളിച്ചെണ്ണയിലൊന്ന് വഴന്ന് വരണം. സവാളയൊക്കെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ അതൊന്ന് വഴന്ന ടേസ്റ്റ് വരണേ. ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കുക. കുറച്ച് സമയം, അടിയിലൊന്നും പിടിച്ചു പോകരുത്. കുറച്ച് സമയം മതി, ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെ അരപ്പൊക്കെ നല്ല പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഞാനിപ്പോൾ 1 കിലോ മത്തീൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാഫ് ഒന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ചത് കേട്ടോ. ഉലുവ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒന്ന് മിക്സാക്കി എടുക്കുക മൊത്തത്തിൽ. ആ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് അതിലൊന്ന് വഴന്ന് വരണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മത്തിയും ഇട്ട് കൊടുത്തിട്ട് പുളിയൊക്കെ നിങ്ങൾക്ക് ഈ സമയത്തൊന്ന് നോക്കാം. ഇനി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി കുടംപുളിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി മത്തി ഇട്ടിട്ട് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മത്തിക്കറി റെഡി. അപ്പോൾ അത് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തിട്ടുള്ള മത്തി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അപ്പുറത്ത് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ട് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇടിച്ചക്ക വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് മെലിയാനൊക്കെ ആഗ്രഹം ഉള്ള തടിയിൽ നിന്ന് കുറച്ചൊക്കെ കുറക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നമ്മൾ കഴിക്കുന്ന 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. പക്ഷെ അളവ് കുറക്കുക കേട്ടോ. ഒരുപാട് കഴിക്കാണ്ടിരിക്കുക. അളവ് ജസ്റ്റ് ഒന്ന് കുറച്ചാൽ മാത്രം മതി. വെളിച്ചെണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതക്കിയിട്ട് അതും ഒരു 5-8 കാന്താരിയും കൂടെ ഒന്ന് ചതക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കളർ ചേഞ്ച് ആവണ്ട. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് മുളക് ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കേട്ടോ, അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇതിന്. അല്ലെങ്കിൽ ഉണക്കുമുളകിന് പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ഇടിച്ചക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് മിക്സാക്കി എടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഇടിച്ചക്ക തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ ഡിഷാണ് ഇന്ന്. പിന്നെ റഫീക്കും ലഞ്ചിന് വരും കേട്ടോ.
അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വെയിറ്റ് കുറക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ പൂരി ആണെങ്കിലും നെയ്പ്പത്തിരി ആണെങ്കിലും സാദാ കറി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒരു ലിമിറ്റിൽ ഒരു 2 ചപ്പാത്തി ഇതിപ്പോൾ 3 പൂരി എടുത്തിട്ടുണ്ട്, ഒരു 4 നൈസ് പത്തിരി, അങ്ങനെ ഒരു അളവ് വളരെ നിങ്ങൾ എത്രയാണോ കഴിക്കുന്നത് അതിൻ്റെ പകുതിയാക്കിയിട്ട് അത് കുറയ്ക്കുക, അളവ് കുറച്ചെടുക്കുക കേട്ടോ, എന്നിട്ട് കഴിക്കുക. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ വെള്ളം മാത്രം കുടിക്കുക. പിന്നെ ഉച്ച സമയത്ത് നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഒരു കൺട്രോളിൽ പോയി കഴിഞ്ഞാലല്ലേ ഒരു ഏതെങ്കിലും ഒരു എക്സസൈസും എടുക്കാം. കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെയിറ്റ് ഓവറുള്ള വെയിറ്റ് നമുക്ക് കുറച്ച് നല്ല എന്താ പറയുക ഒരു മാസത്തിൽ നമുക്ക് ഒരു 5 കിലോ വെയിറ്റ് വരെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാനത് ലഞ്ച് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ അകത്തെ ബാക്കി പണികളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഡെയിലി എല്ലാ പണികളും ഉണ്ടാവട്ടെ, എല്ലാം ഒന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇനിയിപ്പം കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് അകത്തുള്ള അടിച്ചു വാരൽ തുടക്കൽ കാര്യം ഞാൻ ആദ്യം ഒന്ന് രാവിലെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനി അടിച്ചു വാരാനുണ്ട്. പിന്നെ എന്താ പറയുക കുക്കിംഗ് കംപ്ലീറ്റ് അങ്ങ് തീർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ എണീറ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8 മണിയാകുമ്പോഴത്തേക്കും മാക്സിമം 9 നമുക്ക് ഇനിയിപ്പോൾ ജോലിക്കാരാണെങ്കിൽ അവർ വെൽ പ്ലാൻഡ് ആയിരിക്കും, അല്ലാണ്ട് അവർക്ക് ഡെയിലി കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കറക്റ്റ് സമയത്ത് പോകാനൊന്നും പറ്റില്ല. എന്നാലും നമ്മൾ പുറത്തൊന്നും പോകാതെ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും വേഗം പണിയൊക്കെ തീർക്കാൻ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിലേ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മാക്സിമം ഒരു 9 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ പണികളും ഞാൻ തീർത്ത് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കിച്ചണിൽ നമുക്ക് പണികളൊന്നുമില്ല, കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അകത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അലക്കാനുള്ളത് ഞാൻ മെഷീനിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിയുന്നതോട് കൂടിയിട്ട് അതും തീരുമല്ലോ. അപ്പോൾ അത് ആറിടാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ അതാ അകൊക്കെ ഞാൻ നേരത്തെ ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരണം, മൊത്തം ഒന്ന് അടിച്ചു വാരണം. പിന്നെ ഇന്ന് മേലെ ഫ്ലോർ തുടക്കാനില്ല, താഴത്തെ ഫ്ലോറിൽ നിന്ന് മൊത്തം ഒന്ന് തുടക്കാനുണ്ട്, അപ്പോൾ തുടക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പണികളുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അളവ് കുറച്ചിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്, ഇപ്പോൾ അതിൻ്റെ നേരത്തെ ആണെങ്കിൽ അങ്ങനെ കഴിക്കുക. ഇനിയിപ്പോൾ തണുപ്പ് അങ്ങനത്തെ പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ കഴിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ കഴിക്കുന്ന എന്താ പറയുക അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന അരിഭക്ഷണം തന്നെ നിങ്ങൾ കഴിച്ചോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൂടുതൽ കഴിക്കുന്നതിന് അളവ് ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചപ്പാത്തിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറയുന്നത്. ചിലർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവരുണ്ട്, അപ്പോൾ നന്നായിട്ട് വെയിറ്റും കൂടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചപ്പാത്തി ആക്കാമെന്ന് പറയുന്നത് ചപ്പാത്തി അളവ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ബോഡി വെയിറ്റ് നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ രാവിലെ എണീറ്റ ഉടനെ ചായ വെച്ച് ചായ കുടിക്കുക, കുറേ ബേക്കറി വയ്ക്കുക, അതിലേക്ക് പോകരുത് കേട്ടോ. വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ 2 കപ്പ് വെള്ളം കുടിച്ചാൽ തന്നെ നമ്മൾ വയറ് ഫില്ലാവും. ഒരു വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടാവില്ല. എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഒരുപാട് കഴിക്കാതെ ഒരു 3-4 വെച്ചിട്ട് കഴിക്കുക, ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ബാക്കിയെല്ലാം അതുപോലെ ഫോളോ ചെയ്യണം. എല്ലാ ഭക്ഷണവും കഴിക്കുന്ന കൂട്ടത്തിൽ നട്ട്സും കഴിച്ച് അങ്ങനെ ആവരുത്, പിന്നെ അത് വെയിറ്റ് കൂടാനേ നിങ്ങളെ സഹായിക്കുള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് ചെയ്ത് കഴിക്കുക. പിന്നെ ലഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് ചോറിൻ്റെ അളവ് നിങ്ങൾ കഴിക്കുന്നതിൻ്റെ ഫസ്റ്റിലെല്ലാം നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഒരൊറ്റയടിക്ക് നിങ്ങൾ കുറയ്ക്കരുത്, കുറച്ച് കൊണ്ടുവരിക. നിങ്ങൾ കഴിക്കുന്നതിൻ്റെ പകുതി നിങ്ങൾ കഴിക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നിങ്ങൾ എന്തെങ്കിലും വെജിറ്റബിൾസും സാലഡും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾ കഴിച്ചു നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് വയറ് ഫില്ലാവുകയും ചെയ്യും, നിങ്ങളെ വെയിറ്റ് കുറയുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലീനിങ് പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം എനിക്ക് ഫ്രീ ടൈം കിട്ടി. അതിനുശേഷം ഇപ്പോൾ ഇതാ നമസ്കാരവും കാര്യങ്ങളൊക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ റഫീക്കയും വന്നിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരളവിൽ, ഇപ്പോൾ നിങ്ങൾ ബിരിയാണി കഴിക്കുക ഒക്കെ നിങ്ങൾക്ക് ബിരിയാണി കഴിക്കുന്ന ഡയറ്റാണ്, ഞാൻ ബിരിയാണി കഴിക്കുന്നില്ല അങ്ങനെയൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്നിപ്പോൾ നമുക്ക് പുറത്ത് പോകേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അധിക ദിവസം നമ്മൾ വീട്ടിലല്ലേ ഉണ്ടാവുക. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ചോറ് ഇപ്പം ഞാൻ ഇടുന്ന അളവ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു അളവിൽ ഇതിലും കുറക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ല കേട്ടോ. നമുക്ക് പതുക്കെ നമുക്ക് അതിലും കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. തോരനും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അതിലൊക്കെ ഒരുപാട് എണ്ണ ചേർക്കുന്നത് ഒഴിവാക്കാം. എന്നിട്ട് ഇപ്പോൾ ഞാൻ തോരനെടുത്ത് നിങ്ങൾക്ക് കണ്ടല്ലോ, അങ്ങനെ എടുക്കുക. പിന്നെ കറി വെച്ച മീൻ അങ്ങനത്തതൊക്കെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുക. പൊരിച്ചത് പാടെ ഒഴിവാക്കുക കേട്ടോ. വല്ലപ്പോഴൊക്കെ കൊതിക്ക് കഴിക്കുക, പക്ഷേ എപ്പോഴും കഴിക്കുന്നത് ഒഴിവാക്കാം.
അപ്പോൾ അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ചോറിനോടുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ കുറഞ്ഞോളും. പിന്നെ കുക്കുംബറോ ക്യാരറ്റോ, ഇനി ഷുഗർ ഉള്ളവരാണ് ക്യാരറ്റ് അവോയ്ഡ് ചെയ്യാം. കുക്കുംബറൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ തന്നെ വിളമ്പുക കേട്ടോ. അപ്പോൾ നമുക്കത് കഴിക്കാനുള്ള ടെൻഡൻസി വരും. ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത് ചോറിടാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടേ എണീക്കാവും. കാര്യം അപ്പോഴത്തേക്ക് നമ്മളെ വയറ് ഫില്ലായിക്കോളും. വീണ്ടും നമുക്ക് ചോറ് വേണം ആ ഒരു തോന്നൽ ഉണ്ടാവില്ല. നമ്മൾ വയറ് ഫുള്ളാവും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഒരു കക്കരി ഫുള്ള് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വയറ് ഫില്ലായിക്കോളും. അങ്ങനെ ഒരാഴ്ച നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഒരു മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾ കറക്റ്റ് ആ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സമയം റെസ്റ്റ് എടുത്ത് ഒന്ന് ഉറങ്ങി എണീറ്റൊക്കെ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെക്കാനും ഞാൻ ഫ്രീസറിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. തൊലി കളഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഒരു അരമണിക്കൂറിൻ്റെ മേലെ ഏകദേശം പിടിച്ചു കേട്ടോ. കുറച്ച് ചുവന്നുള്ളിയും ചെറിയ ഉള്ളിയും സവാള വെളുത്തുള്ളി ഒക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെക്കാനുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ ഞാൻ ഇഞ്ചിയും ഒന്ന് റെഡിയാക്കി വെക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഇഞ്ചി ഉണ്ട്, അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് കുറേ നാൾ നമുക്ക് ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ വെളുത്തുള്ളി മുള വരൂലേ, അപ്പോൾ അതൊന്നും വരാതെ ഞാൻ ചെയ്യൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ. തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് ഉണക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ ഇത് ഫ്രീസറിലാണ് വെക്കുന്നത്, അതുകൊണ്ട് ഉണക്കിയെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ എന്തെങ്കിലും വെച്ച് നനവൊക്കെ മാറ്റണം. ഞാനിത് ഫ്രീസറിലാണ് വെക്കുന്നത്. ഇപ്പോൾ ഇതാ ചെറിയ ഉള്ളി വെച്ച് കൊടുത്തു. ഇതിനേക്കാളും കൂടുതൽ ഞാൻ ചെയ്തെടുക്കലുണ്ട്, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അതാണ് കേട്ടോ, ബാക്കിയുള്ളത് ഇത് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളി വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ വെളുത്തുള്ളി അതും ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരോ ബോക്സ് ആക്കിക്കോ. കുറച്ച് അളവ് ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരു ബോക്സിൽ തന്നെ ഇടുക കേട്ടോ. ഇത് മിക്സ് ആയിട്ടൊന്നും പോകില്ല, കാരണം നമ്മൾ ഫ്രീസ് ആക്കുന്നതല്ലേ. അപ്പോൾ അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാൻ ഇഞ്ചി ഈ ഒരു സൈഡിൽ ഇഞ്ചിയും വെക്കും. പക്ഷേ ഇഞ്ചി ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ, ഫ്രീസ് ആയതുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെയാണുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കഷ്ടാക്കി ഓരോ പീസ് ആക്കിയിട്ടാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്, വൃത്തിയാക്കിയിട്ട്. ഇതിങ്ങനെ ഓരോ കഷ്ണം നമ്മൾ കറിക്ക് വേണ്ടത് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതിയിട്ട്. എന്നിട്ട് ഒന്ന് കഴുകുമ്പോഴത്തേക്കും ഇത് നമുക്ക് ആ ഒരു തണുപ്പ് വിടും. എന്നിട്ട് കട്ട് ചെയ്യാനും പറ്റും, ചതച്ചെടുക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും ഒക്കെ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് വെളുത്തുള്ളി ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കഴുകുമ്പോഴത്തേക്ക് നമുക്ക് സാധാ വെളുത്തുള്ളിയായിട്ട് കിട്ടും. ചതച്ചെടുക്കാനും കട്ട് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഈ സാധാ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് മുള വരുന്നതിനേക്കാളും നല്ലതല്ല ഫ്രീസറിൽ വെക്കുന്നത്. പിന്നെ ഞാൻ പേസ്റ്റാക്കി വെക്കലുണ്ട്, പക്ഷെ എനിക്ക് പേസ്റ്റ് ആക്കുന്നതിനേക്കാളും കറികളിലേക്കൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞ് വെക്കുന്നത് കേട്ടോ എനിക്കിഷ്ടം. പേസ്റ്റാക്കിയിട്ട് ചിക്കൻ പൊരിക്കാൻ, മീൻ പൊരിക്കാൻ അതിലേക്കാണ് ഇഷ്ടം. കറികളിലേക്ക് എനിക്ക് ഇങ്ങനെ എടുത്തിട്ട് ചതച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടം. അപ്പോൾ ഇതാ ഞാനിത് മൂന്നും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബോക്സ് അടച്ചിട്ട് നമ്മൾ നേരെ ഫ്രീസറിലേക്ക് വെക്കാം. അത് ഇന്നിപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും തന്നെ അത് സെറ്റായിക്കോളും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇതിൽ നിന്ന് 5 വെളുത്തുള്ളി വേണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു കറക്റ്റ് കണക്കും കിട്ടും. കുറേ നാളിത് കേടാവാണ്ടിരിക്കും കേട്ടോ, അങ്ങനെ തന്നെ ഇരുന്നോളും. ഇനി വലിയുള്ളി സവാള ഞാനിതുപോലെ ഒന്നുമില്ല തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ടൊന്നുമില്ല. തൊലി കളഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ബോക്സിലാക്കണമെങ്കിൽ ബോക്സിലാക്കാം. ഞാനിപ്പോൾ സ്പേസ് അധികം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കവറിൽ ഇതുപോലെ കെട്ടി വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് കവറിൽ എയർ ടൈറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. കവറിലാണെങ്കിലും ബോക്സിലാണെങ്കിലും തുറന്ന് വെക്കരുത്. ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിന് ഫുള്ള് വരും. അങ്ങനെയാണെങ്കിൽ എടുക്കുമ്പോഴും കെട്ടി വെക്കാൻ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാലില്ലേ, ഫ്രിഡ്ജിൽ വെച്ചാൽ നമ്മൾ ഉള്ളി അരിയുന്ന സമയത്ത് സവാള അരിയുന്ന സമയത്ത് നമുക്ക് കണ്ണെരിയുക അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. കണ്ണെരിയില്ല, അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ ഫ്രീസറിലല്ല, സവാള ഞാൻ വെച്ചത് ഫ്രിഡ്ജിലാണ്. ഫ്രീസറിൽ ഞാൻ വെക്കുന്നത് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇതാണ് കേട്ടോ. സവാള ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇനി കുറേ നാളത്തേക്കുള്ള അത് നോക്കണ്ട കേട്ടോ. ചുവന്നുള്ളിയും വെളുത്തുള്ളി കുറച്ചുകൂടെ വേണം, കാരണം ഒരുപാടില്ല, കുറച്ചല്ലേ ഉള്ളൂ. ഇഞ്ചിയും അത് ഒരുപാട് നാളത്തേക്കുണ്ടാവും കേട്ടോ. ഇഞ്ചി നമുക്ക് മണ്ണിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും ചീഞ്ഞു പോകില്ലേ കുറേ ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ഞാൻ കുറേ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ റഫീഖാൻ്റെ പെങ്ങളെ മോനും വൈഫും വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ചില ദിവസം നമുക്ക് അങ്ങനെയല്ലേ, ബേക്കറിയോ അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകെ ഷോക്കായി നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത കുറച്ച് സ്നാക്സുകൾ കാണാം. അപ്പോൾ കുറച്ച് മൈദ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് കുറച്ച് പഞ്ചസാര, കുറച്ച് അരിപ്പൊടി, ഒരു നുള്ള് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് കൂട്ടാം. നമ്മളെ ഈത്തപ്പഴല്ലേ പണ്ടത്തെ നമ്മളെ സ്നാക്സ്, പണ്ടത്തെ നോമ്പ് തുറക്ക് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ അതൊന്ന് മുക്കി പൊരിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കൂലേ, തട്ടിക്കൂട്ടാക്കിയിട്ട് ഉണ്ടാക്കൂലേ ചായക്ക് കടി. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഈത്തപ്പഴം ഒന്ന് മുക്കി പൊരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ റെഡിയാക്കി എടുത്തത് നമ്മുടെ മുട്ട എഗ്ഗില്ലേ, എഗ്ഗ് ഒരു ബജി പോലെ ഉണ്ടാക്കാനാണ് കേട്ടോ. എഗ്ഗ് ബജി, മുട്ടപ്പൊരി എന്നൊക്കെ പറയില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ബാറ്റർ കടലമാവ് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കറിവേപ്പില, കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് കായപ്പൊടി, ഇത്രയും കൂടെ ഇട്ടത് അതൊരു ബാറ്ററാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മൈദ ബാറ്ററിലാണ് ഇപ്പോൾ ഞാൻ ഈത്തപ്പഴം ഒന്ന് മുക്കി ഇടുന്നത്. അപ്പോൾ ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ഈത്തപ്പഴം മുക്കി പൊരിച്ചതൊക്കെ. അതുപോലെ തന്നെ ചൂട് ചായൻ്റെ കൂടെ ഇങ്ങനത്തെ സ്നാക്സുകളൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് അവരിവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് വേഗം ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ സ്നാക്കുകളൊക്കെ നമുക്ക് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുമ്പോൾ, നമ്മൾ അറിയാതെ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ചായ തിളക്കുമ്പോഴത്തേക്കും നമ്മളെ സ്നാക്സ് റെഡി ആവും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സ്നാക്സുകളാണ്. നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് സമയം പിടിക്കും, അത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് അതൊന്നുമല്ലല്ലോ, സാധാ നോർമൽ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാൻ മുട്ട ആദ്യം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടയും വേഗം നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും അതും റെഡിയായി കിട്ടുമല്ലോ. ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് വേഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. നമ്മൾ ഒരൈറ്റം കഴിഞ്ഞു. ഇനിയിപ്പോൾ എഗ്ഗിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ചെറുപഴം, മൈസൂർ പഴം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ മൈദ ബാറ്ററില്ലേ, നമ്മൾ ഈത്തപ്പഴം മുക്കി പൊരിച്ച ആ ഒരു ബാറ്ററില്ലേ, അതിൽ കുറച്ച് പഴം കൂടെ, ഇതിനിടയിൽ കൂടെ പഴം കൂടെ ഒന്ന് ഞെരടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒരു സ്നാക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ സ്നാക്സും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആ പഴം കൂടെ ഒന്ന് പഴവും കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. തേങ്ങ ഫ്രീസറിൽ ഉണ്ടായിരുന്നു കേട്ടോ, ചെറുകിയത്. തേങ്ങ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൈദയിൽ കുറച്ചുകൂടെ മൈദ ചേർത്ത് കൊടുത്തു. അതിലേക്ക് പഴം, കുറച്ച് ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി എടുത്തു. എന്നിട്ട് ആ ചൂടുള്ള എണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ 3 സ്നാക്സും റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോൾ. ഇനിയിപ്പോൾ നമ്മുടെ എഗ്ഗില്ലെങ്കിൽ അതിൽ നമ്മൾ സവാള ബജി പോലെ ആക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മളെ മുളക്, ഇപ്പോൾ മുളകൊന്നും നമ്മളെപ്പോഴും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വഴുതനങ്ങ, അങ്ങനെയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ, പെട്ടെന്ന് വരുന്ന ഗസ്റ്റിന്. അല്ലെങ്കിൽ ബ്രെഡ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാ ചായയും കൂടെ റെഡിയാക്കി ഇനി അവർക്ക് ചായ കൊടുക്കട്ടെ. അവർക്കെന്നല്ല, നമ്മളെല്ലാവരും കൂടെ ചായ കുടിക്കട്ടെ. ഇന്നല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ പറയാം എനിക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന്. കാര്യം റഫീക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ. ഇവിടെ ഒരു മരണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഖബർ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. വന്നപ്പോൾ എന്നോട് ചോദിച്ചു വൈകുന്നേരം എന്താ സ്നാക്സിന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്നാക്സിനൊന്നും സാധനങ്ങളൊന്നുമില്ല, അപ്പോൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ റഫീക്ക പിന്നെ ഞാൻ വിചാരിച്ചു പഴം ഉണ്ടല്ലോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ പള്ളിയിൽ നിന്ന് ചായ കുടിച്ചു, ഇനി വെക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ റഫീക്ക് ഡ്യൂട്ടിക്ക് പോയതിന് ശേഷമാണ് ഇവർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കണ്ടോ സ്നാക്സൊക്കെ റെഡി ആയത്. അപ്പോൾ വേണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ റഫീക്കാനെയും വിളിച്ചു കേട്ടോ. അപ്പോൾ റഫീക്ക മണിയങ്കോട്, നമ്മളവിടെ നിന്ന് കുറച്ച് പോയാൽ മതി, മണിയങ്കോട് ഡ്യൂട്ടീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ റഫീക്കയും കൂടെയുള്ള ആളും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ അവരും ചായ കുടിച്ചിട്ട് അപ്പോൾ കുറച്ച് സന്തോഷമായിട്ട്, സമാധാനമായിട്ട്, സംതൃപ്തിയായി എന്തായാലും. അല്ലെങ്കിൽ എന്തായാലും വന്നിട്ട് കഴിക്കും എന്നാലും. അപ്പോൾ ഇതെല്ലാം റഫീഖക്ക് ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കാത്തതല്ലേ സ്നാക്സൊക്കെ. ഇനിയിപ്പോൾ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയാണെങ്കിൽ കമൻറ്റായിട്ട് എന്തായാലും അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്നെ കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകല്ലേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഓരോന്നായിട്ട് വ്ളോഗിൽ ഒക്കെ ഇൻക്ലൂഡ് ആക്കുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളും ലൈക്കും എല്ലാം കാണുമ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും കേട്ടോ. അതൊരു വല്ലാത്തൊരു മോട്ടിവേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മ വേണം, നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.